2030 കേരളത്തിൽ LDFും UDFും ഒരുമിച്ച് ഒരു മുന്നണിയായിട്ട് മത്സരിക്കും. ബിജെപിയുടെ ഒരു മുഖ്യ ശത്രു ആരാണ് ശരിക്കും? മുഖ്യ ശത്രു ഞങ്ങൾക്കില്ല. എന്ത് വിസ്മയമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരുപാട് വിസ്മയങ്ങളുണ്ട്. അത് ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരാൻ ധാരാളം ആളുകളുണ്ട്. ശശി തരൂർ ബേസിക്കലായിട്ട് ഒരു കോൺഗ്രസ്സുകാരനല്ലല്ലോ. തരൂർ BJPയിൽ വരുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല. അപ്പോൾ ശശി തരൂരിൻ്റെ നല്ല പ്ലാറ്റ്ഫോം BJP പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2020 BJP ഈ മുന്നണിയിലേക്ക് വരണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോഴും ഏറ്റവും പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് 2020 പാർട്ടി. കുറച്ചുകൂടി ഞങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമൂഹം ക്രിസ്ത്യൻ സമൂഹമാണ്. 5 വർഷം കൊണ്ടാണ് ത്രിപുരയുടെ ഭരണം. അപ്പോൾ രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അത് വളരെ പെട്ടെന്നായിരിക്കും. 1.3% മാത്രമാണ് BJP ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അത് പിന്നെ വലിയ നമ്പറാണ്. ഇപ്രാവശ്യം ഞങ്ങൾ നോക്കുന്നത് ഈ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പട്ടികജാതി വിഭാഗങ്ങളുടെയും സ്വാധീനം കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ, അവർക്കിടയിലേക്ക് കുറച്ചുകൂടി സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഏത് ജനവിഭാഗത്തിലും ഞങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഞങ്ങൾ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കും. അത് ഹിന്ദു വിഭാഗമായാലും ക്രിസ്ത്യൻ വിഭാഗമായാലും മുസ്ലിം സമൂഹമായാലും. BJP ഒരു ഡിസൈഡിങ് ഫാക്ടറാവും. ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നിയമസഭയിൽ ഒരു കാര്യവും 2 മുന്നണികൾക്കും തീരുമാനിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഈ പ്രാവശ്യമാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശാണ് ഇന്ന് മലയാളം ഡയലോഗ്സിൽ. സ്വാഗതം. നമസ്കാരം. ഈ ഇലക്ഷൻ വരികയാണ്. എന്താണ് BJPയുടെ ഒരു പ്ലാൻ? എന്തൊക്കെ പദ്ധതികളാണ് ഇലക്ഷനിലേക്ക് വിഭാവനം ചെയ്യുന്നത്? ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് BJP നേരിടുന്നത്. കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി 2 മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ള നിലക്ക് ഒരു തേർഡ് ഓൾട്ടർനേറ്റീവിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഞങ്ങൾ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി അതിൻ്റെ ഒരു വിന്നബിലിറ്റി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 20% വോട്ട് കിട്ടി. തൃശ്ശൂർ ജയിക്കാൻ സാധിച്ചു. 2 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ വിജയത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്നാം രാഷ്ട്രീയ ശക്തിക്കൊരു വിന്നബിലിറ്റി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൻ്റെ റിസൾട്ടും ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം നൽകുന്ന റിസൾട്ടാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലെയുള്ള ഒരു കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കാൻ സാധിച്ചു. എല്ലാ നഗരസഭകളിലും ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം കൂട്ടാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് നല്ല ഒരു പ്രതീക്ഷയുള്ളതാണ്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രാവശ്യം നല്ല തയ്യാറെടുപ്പുകൾ നടത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല പെർഫോമൻസ് ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ. ഈ തിരുവനന്തപുരം തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോഴും മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ടുള്ള ഒരു അവസ്ഥയും കൂടിയുണ്ട്. അപ്പം എല്ലാ സ്ഥലത്തും വിചാരിച്ചതുപോലെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് ഈ തദ്ദേശ ഇലക്ഷനിൽ? തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മുനിസിപ്പൽ കൗൺസിലർമാരെ വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ കൈവശമുള്ളൊരു മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടു. പക്ഷെ അതിന് പകരം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. പന്തളം മുനിസിപ്പാലിറ്റി ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു. പക്ഷെ അവിടെ വ്യാപകമായിട്ടൊരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, ജയിക്കേണ്ടതായിരുന്നു. കാരണം മുനിസിപ്പൽ ഭരണത്തെക്കുറിച്ചും ജനങ്ങൾക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 10-ലേറെ വാർഡുകളിൽ BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായ ശ്രമം ഉണ്ടായിരുന്നു. ക്രോസ് വോട്ടിംഗ് നടന്നു. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഭരണം പോയത്. പക്ഷേ എന്നാലും എനിവേ അതൊരു സെറ്റ് ബാക്കാണ്. പക്ഷേ തൃപ്പൂണിത്തുറ ജയിക്കാൻ വേണ്ടി സാധിച്ചു. ഞങ്ങൾക്ക് ജയിച്ചതിനേക്കാൾ കൂടുതൽ 2ാം സ്ഥാനത്തെത്താൻ ഒരുപാട് വാർഡുകൾ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജയിച്ച വാർഡുകളും 2ാം സ്ഥാനത്തെത്തിയ വാർഡുകൾ ഒരു 10-20 വോട്ടുകൾ ഡിഫറൻസിന് പരാജയപ്പെട്ട വാർഡുകൾ, ഇതെല്ലാം കൂടി ഒരു 4000-നും 5000-നും ഇടയ്ക്ക് വാർഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സ്ട്രെങ്ത് നേരെ ഇരട്ടിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിരുവനന്തപുരത്തോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ബാക്കി എല്ലാ ഭാഗത്തും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള അഡ്വാൻറ്റേജും ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം നൽകുന്നതാണ്. കുറച്ചും കൂടി ഷാർപ്പായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ ഇനി ഏതൊക്കെ മണ്ഡലങ്ങളിലായിരിക്കും പിടിക്കാൻ കഴിയുക എന്നുള്ളൊരു കോൺഫിഡൻസ് BJP എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വിജയ സാധ്യതയുണ്ട്, ഏറെയും കുറഞ്ഞു. കാരണം ഞങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഒരു
30% വോട്ടുകൾ കരസ്ഥമാക്കിയ 54 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ആ മണ്ഡലങ്ങളിലൊക്കെ ഒരു ഈക്വൽ ട്രയാങ്കുലർ ഫൈറ്റ് വരുമ്പോൾ 33-34% വോട്ട് കിട്ടുന്ന പാർട്ടികളാണ് സാധാരണ ജയിക്കാറുള്ളത്. അപ്പോൾ 2-3% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. ആ മണ്ഡലങ്ങൾ കുറച്ച് കാര്യമായ ശ്രദ്ധ കൊടുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഏതാണ്ട് എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് 10,000-ന് മേലെയാണ് BJPയുടെ വോട്ട് വർദ്ധിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളും ഉണ്ട്. പക്ഷേ ചില മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ചില മണ്ഡലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവിടുത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിക്കുന്ന സമയത്ത് കുറച്ചുകൂടി വിന്നബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കാനും ഒക്കെ പാർട്ടി ആലോചിക്കുന്നു. നിലവിലൊരു കണക്കുണ്ടാവുമല്ലോ എത്ര മണ്ഡലങ്ങൾ എന്നൊരു ഏകദേശം ഒരു ധാരണ. എല്ലാ മണ്ഡലങ്ങളും നമ്മൾ പറയുമ്പോഴും നമുക്ക് അറിയാമല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ ഏതൊക്കെ കിട്ടും എന്നുള്ളൊരു ധാരണയുണ്ട്. ഞാൻ പറയും ഈ 54 മണ്ഡലങ്ങൾക്കും ഞങ്ങൾക്ക് സാധ്യതയുള്ളതാണ്. കാരണം 54 മണ്ഡലങ്ങളിൽ ഈ 30%-ന് മേലെ വോട്ട് കിട്ടിയ 54 മണ്ഡലങ്ങളും ഞങ്ങൾക്ക് ഒരുപോലെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അതിലേത് മണ്ഡലങ്ങൾ ജയിക്കും എന്നുള്ളത് സ്ഥാനാർത്ഥി നിർണയം, മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ആരാണ്, ഇതൊക്കെ ആശ്രയിച്ചാണ്. പക്ഷേ ഇതെല്ലാം ഒരു 3-4% എന്ന് പറഞ്ഞാൽ 3-4% എന്ന് പറയുമ്പോൾ ഒരു 10,000 വോട്ടിൻ്റെ ഡിഫറൻസിനാണ് ഈ മണ്ഡലങ്ങളെല്ലാം നിൽക്കുന്നത്. ആ 10,000 വോട്ട് ഒരു അസംബ്ലി മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ വലിയ നമ്പറല്ല. അപ്പോൾ 10,000 വോട്ട് ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന മണ്ഡലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അവിടെ എല്ലാം ഒരേപോലെ വിജയിക്കാൻ സാധിക്കുന്നൊരു വിശ്വാസമുണ്ട്. അതിൽ മണ്ഡലങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഈ മണ്ഡലങ്ങളെല്ലാം ഒരേപോലെ തന്നെ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് അങ്ങനെയാണ്. ഇതിൽ ഒരു ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എന്ന് കേരളം കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് BJPയുടെ ഒരു പ്രതീക്ഷ? അതിവിദൂരമല്ലാത്ത ഭാവിയിൽ BJPയുടെ കൈവശം വരും. ഞങ്ങളിപ്പോൾ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ 2026 കേരളത്തിലൊരു നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ ശക്തിയായിട്ട് മാറുക എന്നുള്ളതാണ് BJP മുമ്പോട്ട് പോകുന്നത്. 2030 ആകുമ്പോൾ കേരളം BJPയുടെ കൈകളിലാവണം, ആവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം വളരെ പെട്ടെന്നുള്ള മാറ്റമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്നത്. LDF-നും UDF-ൻ്റെയും പരമ്പരാഗതമായിട്ടുള്ള ജനവിഭാഗങ്ങളെല്ലാം അവരെ ഓരോന്നോരോന്നായിട്ട് കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവരിലുണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതല്ല. രണ്ടാമത് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള വികസിത കേരളം, വികസനത്തിൻ്റെ രാഷ്ട്രീയം, അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാലഘട്ടമാണ്. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഒരു പുതിയ വോട്ടവകാശം കിട്ടിയിട്ടുള്ള 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നമ്മൾ ഈ ജൻസി കാലഘട്ടത്തിൽ 25 വയസ്സിന് താഴെയുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊളിറ്റിക്സിനോട് ഈ ഡേ ടു ഡേ രാഷ്ട്രീയത്തെക്കാൾ അവർ വികസനം, അവരുടെ ഭാവി, ജോലി സാധ്യത, ഇതൊക്കെയാണ് അവർ കാണുന്നത്. അപ്പം അതിന് പറ്റിയിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് ഈ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം. പ്രത്യേകിച്ച് ഇപ്പോൾ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവർ 2026 18 വയസ്സ് പൂർത്തിയാകുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000-ന് ശേഷം ജനിച്ചിട്ടുള്ള ആളുകളാണ്. അവർ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം കാണുന്നത് കഴിഞ്ഞ 12 വർഷമായിട്ടുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ് ഭരണമാണ്. അപ്പം ഇപ്രാവശ്യം 18 വയസ്സിൽ വോട്ടവകാശം ലഭിച്ചിട്ടുള്ള ഒരു പുതിയ വോട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു 10 വയസ്സ് മുതൽ ആ വോട്ടർ, അല്ലെങ്കിൽ ഒരു 8 വയസ്സ് മുതൽ 9 വയസ്സ് മുതൽ ആ വോട്ടർ മോഡി ഗവൺമെൻറ് ഭരണത്തെക്കുറിച്ച് വിലയിരുത്തുകയാണ്. അപ്പോൾ അത് BJPക്കാണ് അഡ്വാൻറ്റേജ് ആകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണ് ഡെവലപ്മെൻറ്റ്, എന്താണ് രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റം, ഇതെല്ലാം അവർ കൺമുമ്പിൽ ഓരോ വർഷവും ഓരോ ദിവസവും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് പുതിയ വോട്ടർമാരിൽ വലിയ പ്രതീക്ഷയാണ് BJPക്കുള്ളത്. രാജ്യത്തെല്ലായിടത്തും പുതിയ വോട്ടർമാർ BJPക്ക് അനുകൂലം ചിന്തിക്കുകയാണ്. കേരളത്തിലെ പുതിയ വോട്ടർമാരും ഈ പ്രാവശ്യം BJPക്ക് അനുകൂലമായി ചിന്തിക്കും. പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. രാജ്യത്തിന് മൊത്തം ഒരു രീതി എടുക്കുകയാണെങ്കിൽ ശരിയാണ്, BJP വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി, പല സ്റ്റേറ്റുകളും ഉണ്ട്. പക്ഷെ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന കേരളം, കൊച്ചു കേരളം ഇപ്പോഴും പലതരത്തിൽ അതിനെ എന്താ പറയുക, അതിലേക്ക് എത്തിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുമ്പോൾ BJP പ്രതീക്ഷിക്കുന്ന ഒരു വളർച്ച ഇപ്പോഴും നടക്കുമെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? തീർച്ചയായും. കാരണം രാഷ്ട്രീയത്തിൽ എപ്പോഴും നമ്മുടെ മാറ്റം എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ്. ഒരു സഡൻ മൂവ്മെൻ്റാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ മുമ്പ് ത്രിപുര BJP ഭരിക്കുന്ന ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു? ഞങ്ങൾക്ക് ഒരു MLA ആണ് അവിടെ ഉണ്ടായിരുന്നത്. 3% വോട്ടാണ്. 1.5% വോട്ടായിരുന്നു, പിന്നെ ഇത് 3%. പക്ഷേ ഞങ്ങളുടെ ബേസ് വോട്ട് എന്ന് പറയുന്നത് 1.5%. ആ 1.5%-നും 3%-നും ഇടയിൽ വോട്ട് മാത്രമുള്ളൊരു പാർട്ടി, ഒരു MLA മാത്രമുള്ളൊരു പാർട്ടി 5 വർഷം കൊണ്ടാണ് ത്രിപുരയുടെ ഭരണം.
അപ്പോൾ രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അത് വളരെ പെട്ടെന്നായിരിക്കും. കേരളത്തിൽ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളൊരു വാത് തുറക്കുകയാണ്, വികസനം എന്നുള്ളൊരു വാത് തുറക്കുകയാണ്. അതിലേക്ക് ആളുകൾ വരും. അതിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വലിയ ചേഞ്ചാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. പിന്നെ കേരളത്തിലെ ചില സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും കേരളം ഒരു 40% വരുന്ന ന്യൂനപക്ഷ സമൂഹങ്ങൾ സംഘടിതമാണ് കേരളത്തിൽ. ആ സമൂഹത്തിനിടയിൽ BJP കുറിച്ച് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. കുറേ തെറ്റിദ്ധാരണകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് തീർക്കേണ്ടത് കേരളം പോലെ സംസ്ഥാനത്ത് BJPക്ക് ഭരണത്തിൽ വരണമെങ്കിൽ ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള കടമ്പ ഞങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷെ അത് ഓവർകം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. BJPക്ക് നിലവിൽ വളരാതിരിക്കാനുള്ള കാരണം ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ തന്നെയാണോ? അതോ ഈ പറഞ്ഞ പോലെ SNDP NSS എന്ന് പറഞ്ഞ ഒരു സാമുദായിക സംഘടനയുടെ ഒരു ശക്തി നമ്മുടെ കേരളത്തിലുണ്ട്? അവർ വോട്ടിംഗ് പാറ്റേണിൽ അവരെ സംബന്ധിച്ച് വലിയ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന ഈ പറയുന്നൊരു സാമുദായിക സംഘടനകളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ശരിക്കും BJPക്ക് വളരാനുള്ള ഒരു തടസ്സമായി നിൽക്കുന്നത്? അല്ല, കേരളത്തിൽ SNDP NSS പോലെയുള്ള സാമുദായിക സംഘടനകൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അവർക്ക് നിർണ്ണയിക്കാനും നിയന്ത്രിക്കാനും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു ചെറിയ ശതമാനം ഉണ്ടാകാം. ഇപ്പോൾ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൻ്റെ തീരുമാനമനുസരിച്ചോ NSS നേതൃത്വത്തിൻ്റെ തീരുമാനമനുസരിച്ചോ മാത്രം വോട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല രണ്ട് കമ്മ്യൂണിറ്റി. പക്ഷേ കേരളം അഡ്രസ്സ് ചെയ്ത പ്രശ്നങ്ങളിൽ ആ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. ഇപ്പോൾ SNDP യോഗം മുമ്പോട്ട് വെക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, NSS നേതൃത്വം മുമ്പോട്ട് വെക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാക്കി നിർത്താനും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടാക്കിക്കാനും അവർക്ക് സാധിക്കും. അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ പല പാർട്ടികൾക്കും ഏറെയും കുറഞ്ഞുമൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ പെരിഫറലായിട്ട് അങ്ങനെ പറയുമ്പോഴും ഈഴവ നായർ വോട്ടുകൾ വലിയ പ്രാധാന്യം ഉണ്ടാകുന്നില്ലേ കേരളത്തിലെ ഒരു സാമൂഹ്യ പശ്ചാത്തലം? നമ്മൾ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ പറയും സാമൂഹ്യപരമായി നമുക്കതൊക്കെ ജാതീയമായി തിരിക്കുകയാണോ എന്ന് ചോദിക്കും. പക്ഷെ അതൊരു യാഥാർത്ഥ്യമല്ലേ? അല്ല, അതുണ്ട്. ഞാൻ പറഞ്ഞത് സാമുദായിക സംഘടനകൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതിനപ്പുറത്താണ്. ഇപ്പം നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ മുഴുവൻ NSSന് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഈഴവ സമൂഹത്തിൻ്റെ വോട്ടുകൾ മുഴുവൻ SNDP യോഗത്തിന് നിയന്ത്രിക്കാൻ സാധിക്കില്ല. പക്ഷേ നായർ ഈഴവ ആദികൾ വരുന്ന മറ്റ് പിന്നോക്ക ജനവിഭാഗം എന്ന ഹിന്ദു സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം BJP കഴിഞ്ഞ കുറേ കാലമായിട്ട് അവരുമായി ഡയലോഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കഴിഞ്ഞൊരു 10 വർഷമായിട്ടുള്ള ഞങ്ങളുടെ അഡ്വാൻറ്റേജ്, പ്രത്യേകിച്ചും BDJസുമായിട്ട് ഒരു സഖ്യമുണ്ടാക്കിയതിന് ശേഷം തെക്കൻ കേരളത്തിലെ ഈഴവ ജനവിഭാഗത്തിനിടയിൽ BJPയുടെ സ്വാധീനം ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട് നോക്കിയാൽ മതി. ഞങ്ങൾക്ക് എറണാകുളം മുതൽ അങ്ങോട്ടുള്ള ജില്ലകളിൽ ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഈ മേഖലയിലൊക്കെ തന്നെയാണ്. അപ്പോൾ പരമ്പരാഗതമായിട്ട് നായർ വിഭാഗത്തിലെ ആളുകൾ അനുഭാവികൾ BJPയോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈഴവ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്നോട് കൂടി കിട്ടുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് 2024 കിട്ടിയിട്ടുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് ഈ നായർ ഈഴവ വിഭാഗങ്ങളോടൊപ്പം ഹിന്ദു സമൂഹത്തിലെ പട്ടികജാതി വിഭാഗമുണ്ട്. ആ പട്ടികജാതി വിഭാഗത്തിൻ്റെ പിന്തുണയും വലിയൊരളവിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ നോക്കുന്നത് ഈ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പട്ടികജാതി വിഭാഗങ്ങളുടെയും സ്വാധീനം കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ, അവർക്കിടയിലേക്ക് കുറച്ചുകൂടി സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചാൽ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം മൊത്തമായിട്ട് മാറും. കാരണം പട്ടികജാതി സമൂഹം എന്ന് പറയുന്നത് കാലാകാലമായി CPMന്റെ ഹാർഡ് കോർ ആയിട്ടുള്ള വോട്ടർമാരാണ്. ഞങ്ങൾ മാത്രമല്ല അവർ ഈ ന്യൂനപക്ഷമാണെന്ന് പറയുമ്പോഴും ഈ പറയുന്ന കുറേയധികം വോട്ടർമാർ കൂടുതലുള്ള ഒരു വിഭാഗം കൂടി തീർച്ചയായും സംഘടിതമാണ്. ഇപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ ഇപ്രാവശ്യം ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ധാരാളം ഈ മേഖലയിൽ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പല സ്ഥലത്തും ഇപ്പോൾ തെക്കൻ കേരളത്തിൽ ഞങ്ങൾ വിജയിച്ചതെല്ലാം CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. ആ CPMന്റെ ശക്തി കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചത് ഈ ജനവിഭാഗത്തിൻ്റെ വോട്ട് BJPക്ക് കിട്ടുന്നത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് മെല്ലെ മെല്ലെ അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ബോധപൂർവമായി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, ഇപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ UDFന്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ UDF ഇത്തവണ വന്നില്ലെങ്കിൽ UDF ഇല്ല എന്ന് ചിത്രത്തിലേക്ക് വരുന്നൊരു സാഹചര്യം. LDFനാണെങ്കിൽ ഈ പ്രാവശ്യം ഭരണം പിടിച്ചേ മതിയാകൂ എന്നുള്ളൊരു സാഹചര്യം. BJP ഈ പറയുന്ന പോലെ എല്ലാ തവണയും വോട്ടിംഗ് ശതമാനം കൂട്ടുക എന്നുള്ളത് മാത്രമാണോ നിങ്ങളുടെ ഇത്തവണത്തെ ഒരു അജണ്ട, അല്ലെങ്കിൽ അങ്ങനെയാണോ നിങ്ങളുടെ ഒരു ലക്ഷ്യം? ഒരിക്കലുമല്ല. ഞങ്ങൾ ഈ പ്രാവശ്യം കേരളത്തിൽ ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കും. ആ പരിശ്രമിക്കുമെന്ന് ഞാൻ പറയുമ്പോഴും കേരളത്തിലെ നിയമസഭയിൽ BJP ഒരു ഡിസൈഡിങ് ഫാക്ടറാവും. ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നിയമസഭയിൽ ഒരു കാര്യവും രണ്ട് മുന്നണികൾക്കും തീരുമാനിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഈ പ്രാവശ്യം എത്തും. ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് 2030 കേരളത്തിൽ LDFും UDFും ഒരുമിച്ച് ഒരു മുന്നണിയായിട്ട് മത്സരിക്കും.
ഈ പ്രാവശ്യം തന്നെ ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ തന്നെ പല സ്ഥലത്തും പരസ്പര ധാരണ നന്നായിട്ടുണ്ടായിരുന്നു. BJPക്ക് വിജയസാധ്യതയുള്ള എല്ലാ സ്ഥലത്തും CPM കോൺഗ്രസും പരസ്പരം സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ BJP ജയിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരത്ത് നാം കണ്ടു. മഞ്ചേശ്വരത്ത് ലീഗിൻ്റെ നേതാവ് തന്നെയാണ് പറഞ്ഞത്, CPMൻ്റെ വോട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഇപ്പോൾ നേമത്ത് 2016 O രാജഗോപാൽ ജയിച്ച സമയത്ത് അന്നും ഇതേപോലെ കോൺഗ്രസിൻ്റെ വോട്ട് CPMന് പോയതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ആ 2016 തെരഞ്ഞെടുപ്പ് തന്നെ വട്ടിയൂർക്കാവിൽ TN സീമ തോറ്റപ്പോൾ TN സീമ തന്നെയാണ് പരാതിപ്പെട്ടത്, K മുരളീധരന് CPMൻ്റെ വോട്ട് മറിച്ചു കൊടുത്തത് കൊണ്ടാണ് അവർ തോറ്റുപോയത്, അവർ തന്നെ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ധാരണ CPM കോൺഗ്രസും ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഓരോ സമയത്തും ഉണ്ടായിരുന്നു. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് കുറച്ചുകൂടി വ്യാപകമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കാൻ സാധിച്ച ചില മണ്ഡലങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അവസാന ഘട്ടം എന്നുള്ളത് 2030 ആകുമ്പോഴേക്കും രാജ്യത്തെല്ലായിടത്തും പോലെ ഇന്ത്യ മുന്നണി കോൺഗ്രസും CPM ഒരുമിച്ചൊരു മുന്നണിയായിട്ട് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരമൊരു സാഹചര്യം ഉണ്ടാകണം എന്ന് രാഷ്ട്രീയമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പോഴാണ് BJPക്ക് കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് വരാൻ സാധിക്കും. BJPയുടെ ഒരു മുഖ്യ ശത്രു ആരാണ് ശരിക്കും? രണ്ട് പാർട്ടിയിൽ ഈ പറഞ്ഞ LDF ആണോ അതോ UDF ആണോ? അല്ല, ഒന്ന് മുഖ്യ ശത്രു ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല. ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ ശത്രുപക്ഷത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല, രാഷ്ട്രീയത്തിൽ എതിരാളികളേ ഉള്ളൂ. കേരളത്തിൽ ഞങ്ങളുടെ എതിരാളി ഇന്ത്യ സഖ്യമാണ്. അതായത് രണ്ടുപേരും ഒരുമിച്ചാണ്. പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും രണ്ടുപേരും ഒരുമിച്ചാണ്. അവർ ഏത് വിഷയത്തിലാണ് ഈ പരസ്പരം ചക്കളത്തിൽ പോരാട്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തുമെങ്കിലും പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും രണ്ടു കൂട്ടരും ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ ഇന്ത്യ മുന്നണിയാണ് ഞങ്ങളുടെ എതിരാളി. ആകെയുള്ള പ്രശ്നം ആ ഇന്ത്യ മുന്നണി ഒരുമിച്ച് മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെ ഒരുമിപ്പിച്ച് മത്സരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കലാണ് ഞങ്ങളുടെ ജോലി. അത് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഞങ്ങളുടെ വിജയസാധ്യത കൂടുകയാണ്. ഈ മറ്റ് സംസ്ഥാനങ്ങളുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഹൈ പ്രൊഫൈലുള്ള ഒരുപാട് നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ. പക്ഷെ കേരളത്തിൽ അത് അത്രത്തോളം അങ്ങോട്ട് എത്തുന്നില്ല. ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമം നടത്തുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ വലിയ നേതാക്കളെ നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്നത്? അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ജയിക്കുന്ന പാർട്ടിയിലേക്ക് പോകാനാണല്ലോ താല്പര്യമുണ്ടാവുക. BJP ഒരു വിജയസാധ്യതയില്ലാത്ത പാർട്ടിയായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടാണ് അതിൽ മാറ്റം വന്നിട്ടുള്ളത്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ പാർട്ടികൾ വരുന്നു, NDAയിലേക്ക് പുതിയ നേതാക്കന്മാർ വരുന്നു. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പും അതിനുശേഷം ധാരാളം പുതിയ നേതാക്കന്മാരെ BJP പ്രതീക്ഷിക്കുന്നത്. കാരണം BJP കേരളത്തിൽ ജയിക്കുന്ന പാർട്ടിയായിട്ട് മാറുമ്പോൾ ധാരാളം ആളുകൾ വരും. എന്ത് വിസ്മയമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരുപാട് വിസ്മയങ്ങളുണ്ട്. അത് ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരാൻ ധാരാളം ആളുകളുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ മത്സരിക്കാൻ തയ്യാറാകുന്ന ധാരാളം ആളുകളുണ്ട്. രണ്ട് പാർട്ടിയിലും പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ കാണാം. വിസ്മയിപ്പിക്കും തീർച്ചയായിട്ടും. ഈ CPM ഇന്നിപ്പോ ഏറ്റവും അവസാനം വരുന്നൊരു വാർത്ത എന്ന് വെച്ചാൽ ദുബായിൽ വെച്ച് ശശി തരൂരുമായി CPM ചർച്ച നടത്തി എന്നുള്ളതാണ്. നമ്മൾ കാലാകാലങ്ങളായി പറഞ്ഞു കേൾക്കുന്നത് CPMലേക്ക് ശശി തരൂർ പോകുന്നു എന്നല്ല, BJPയിലേക്ക് പോകുന്നു എന്നാണ്. എന്താണ് അതിനകത്തൊരു യാഥാർത്ഥ്യം? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ടോ? എൻ്റെ അറിവിലൊരു ശ്രമവുമില്ല. കാരണം ശശി തരൂരിന് BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം എന്തെങ്കിലും നടന്നായിട്ട് എനിക്കറിയില്ല. പക്ഷെ ശശി തരൂരിന്റെ പല നിലപാടുകളും BJP മുമ്പോട്ട് വെക്കുന്ന നിലപാടുകളുമായി സാദൃശ്യമുണ്ട്. അത് ശശി തരൂർ ബേസിക്കലായിട്ട് ഒരു കോൺഗ്രസ്സുകാരനല്ലല്ലോ. അദ്ദേഹം അങ്ങനെ ബേസിക്കലായിട്ട് കോൺഗ്രസ്സുകാരനല്ല. തിരുവനന്തപുരത്ത് വന്നു, മത്സരിച്ചു, ജയിച്ചു, മന്ത്രിയായി. അതിന്റെ ശേഷം കോൺഗ്രസ്സുകാരൻ മത്സരിച്ച് MP ആയതിനു ശേഷം കോൺഗ്രസ്സുകാരനായിട്ടുള്ള വ്യക്തിയാണ് ശശി തരൂർ. അതുകൊണ്ട് കോൺഗ്രസിന്റെ പല നിലപാടുകളോടും ശശി തരൂരിന് യോജിക്കാൻ വേണ്ടി ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അതിന്റെ ഇപ്പം നരേന്ദ്രമോദി ഗവൺമെന്റ് ചില നിലപാടുകളോട് ശശി തരൂർ യോജിക്കും. അതൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിന്റെ ഒരു രീതിയാണ്. അതിനപ്പുറത്തേക്ക് ശശി തരൂർ BJPയിൽ വരുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും നീക്കം നടന്നായിട്ട് എനിക്കറിയില്ല. ഇതുവരെ അങ്ങനെ ഒരു ചർച്ചകളോ ഒന്നും നടന്നിട്ടില്ല. ഏതായാലും കേരളത്തിൽ അത്തരം ചർച്ചകളും നടന്നിട്ടില്ല. എല്ലാ BJPക്കാരും ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ കൊണ്ടുവരണം എന്നുള്ള? അങ്ങനെ ചർച്ചകൾ നടക്കാമല്ലോ. ശശി തരൂർ എന്ന ഒരു വ്യക്തിയെ മാത്രമല്ല, കോൺഗ്രസിനകത്തും CPMനകത്തും ധാരാളം അത്തരം നേതാക്കന്മാരുണ്ട്. BJPയോട് യോജിച്ചു പോകാൻ സാധിക്കുന്ന ധാരാളം. ശശി തരൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നേതാക്കന്മാരെ പോലെ അല്ലല്ലോ നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ശശി തരൂർ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ സിന്ദൂർ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ആ ഓപ്പറേഷന് പരസ്യമായിട്ട് കോൺഗ്രസ് നേതൃത്വം തള്ളി പറഞ്ഞപ്പോൾ ഓപ്പണായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി ശശി തരൂരാണ്.
മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യയുടെ നിലപാട് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടായപ്പോൾ ആ സംഘത്തിനെ നയിച്ചിട്ടുള്ളൊരു വ്യക്തി ഒരു സംഘത്തെ ചെറുതുകാരാണ്. പാർലമെന്റ് അകത്തായാലും ഈ കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശശി തരൂരിന്റെ നല്ല പ്ലാറ്റ്ഫോം BJP പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്കതിന് സന്തോഷമുണ്ട്. ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ BJPയിലേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ അദ്ദേഹം തീരുമാനിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് 2020 NDAയിലേക്ക് വരുന്നു. അത് വലിയൊരു മാറ്റമാണോ എന്ന് ചോദിച്ചാൽ ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമുള്ള അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമൊന്നും അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് പെട്ടെന്ന് പറ്റുന്നില്ല. നിങ്ങൾ എന്താണ് അതിൽ കാണുന്നത്? 2020 ഇതിലേക്ക് വരുമ്പോൾ എന്താണ് BJP പ്രതീക്ഷിക്കുന്നത്? 2020 വരുമ്പോൾ 2020ക്ക് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് എറണാകുളം ജില്ലയിലെ കുറേയേറെ മണ്ഡലങ്ങളിലാണ്. ബാക്കി എല്ലാ സ്ഥലത്തും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവർ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ധാരാളം സീറ്റുകൾ അവർ മത്സരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നിർണായകമായി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കുന്ന എറണാകുളം ജില്ലയിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്ത് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ സ്വീകാര്യതയെക്കുറിച്ച് 2020യുടെ NDA പ്രവേശനത്തെ ഞങ്ങൾ കാണുന്നത്. കാരണം 2020 മുമ്പോട്ട് വെക്കുന്നത് വികസനത്തെക്കുറിച്ചുള്ള അജണ്ടയാണ്. ഒരു പുതിയ വികസന മോഡലാണ് 2020 എറണാകുളത്ത് അവതരിപ്പിച്ചിരുന്നത്. ആ വികസന മാതൃകക്ക് സ്വീകാര്യതയുണ്ടായിരുന്നു. ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ഇതേപോലെ ഒരു ബദൽ ഐഡിയയാണ് ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. അപ്പോൾ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, എല്ലാ പാർട്ടികൾക്കും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ചേരാം. ഇപ്പോൾ കേരള കോൺഗ്രസ്സിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ബേസിക്കലായിട്ടുള്ള ഒരു നിലപാട് എന്താണ്? കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചാണ്. കേരള കോൺഗ്രസിൻ്റെ രൂപീകരണം മുതലേ പറഞ്ഞിട്ടുള്ളത് ഒരു കേരള പ്രൈഡ് ഉണ്ടാക്കുക, കേരള വികസനം ഉണ്ടാക്കുക, ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. രണ്ട് മുന്നണികൾക്കകത്തും നിൽക്കുന്ന ധാരാളം നേതാക്കന്മാരാണ് കേരള വികസനത്തെക്കുറിച്ച് ധാരണയുള്ള. അപ്പം അത്തരം ആളുകളെ BJPയുടെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഭാഗത്തിനപ്പുറത്ത് BJP മുമ്പോട്ട് വെക്കുന്ന ഈ ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആശയത്തിന് ഒരു സ്വീകാര്യത കേരളത്തിലുണ്ട് എന്നുള്ളത് ഈ 2020യുടെ വരവോടുകൂടി ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് മാത്രമാണോ അതോ യാക്കോബായ ഓർത്തഡോക്സ് സമൂഹത്തെ കൂടി അടുപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ടോ? അല്ല, അതതിൻ്റെ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ബേസിക്കലായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പാർട്ടിയായിട്ടല്ല 2020 കാണുന്നത്. കാരണം ഇവിടെ കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 ഭരിക്കുന്ന സമയത്ത് എല്ലാ ജനവിഭാഗങ്ങളുടെയും പാർട്ടിയാണത്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമല്ല. ബാക്കി ഒരു പാർട്ടി വരുമ്പോൾ ആ പാർട്ടിക്കകത്തുള്ള എല്ലാ വിഭാഗം ആളുകൾ വരും. പക്ഷെ ബേസിക്കലായിട്ട് ഞങ്ങളതിനെ കാണുന്നത് BJP മുമ്പോട്ട് വെക്കുന്ന വികസിത കേരളവും 2020 മുമ്പോട്ട് വെക്കുന്ന ബദൽ വികസന പദ്ധതി, ഇത് വളരെ സാദൃശ്യമുണ്ട്. അപ്പോൾ അതൊരു പുതിയ രീതിയായിട്ട് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതിനോട് ഇപ്പോൾ നേരത്തെ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പാർട്ടികൾ ഒരുമിച്ച് ചേരുന്നത് ഒരു പാർട്ടിയുടെയും ബേസിക് ഐഡിയോളജിയുമായിട്ടുള്ള അടുപ്പം കൊണ്ടല്ല. അപ്പം കേരളത്തിൽ അങ്ങനെ ഈ വികസനത്തിൻ്റെ പേരിൽ ഒരുമിക്കാൻ സാധിക്കുന്ന ധാരാളം വ്യക്തികളും സംഘടനകളുമുണ്ട്. അവർക്കെല്ലാവർക്കും BJPയുടെ കൂടെ ചേരാനുള്ള ഒരു അവസരമായി 2020യുടെ പ്രവേശനം. ഇനി നേരിട്ട് BJPയുമായിട്ട് സഹകരിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് 2020യുമായിട്ട് സഹകരിക്കാമല്ലോ. അങ്ങനെയുള്ള സാഹചര്യം കേരളത്തിൽ ഈ 2020യുടെ വരവോടുകൂടി രൂപപ്പെട്ടു വന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വികസന രാഷ്ട്രീയം എന്നതിൽ അപ്പുറത്തേക്ക് ഒരു സ്ട്രാറ്റജിക് കോപ്പറേറ്റീവ് പാർട്ട്ണർഷിപ്പാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു വിമർശനം കൂടിയുണ്ട്. വിമർശിക്കുന്നവർക്ക് എന്തും പറയാം. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഒരു സഖ്യത്തിലേർപ്പെടുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാകും. അത് ആശയത്തിൻ്റെ അടിസ്ഥാനമാകാം, അജണ്ടകളുടെ അടിസ്ഥാനത്തിലാവാം, പരസ്പര വിശ്വാസത്തിൻ്റെയും സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. 2020 എന്നുള്ള പാർട്ടിയെ ഒറ്റപ്പെടുത്താനാണ് കേരളത്തിലെ രണ്ട് മുന്നണികളും ശ്രമിച്ചിട്ടുള്ളത്. അത് അതിൻ്റെ പ്രസിഡന്റ് തന്നെ, ചെയർമാൻ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ സബു ജേക്കബിൻ്റെ വിഷയം വന്ന സമയത്ത് തന്നെ, അതായത് അദ്ദേഹത്തെ പുറത്താക്കാൻ LDF ഗവൺമെൻറ് തീരുമാനിച്ച സന്ദർഭത്തിൽ തന്നെ അദ്ദേഹവുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് BJP. അദ്ദേഹത്തെ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലേക്ക് ക്ഷണിച്ചിരുന്നു. അതെ, അപ്പോഴത്തേക്കും ഇവിടെ തെലങ്കാനയിലെ കമ്മിറ്റ്മെന്റ്, ഹൈദരാബാദിലെ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ ആദ്യം മുതലേ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും അംഗീകരിക്കുന്നതാണ്.
അപ്പോഴാണ് അദ്ദേഹത്തിന് ഞാൻ സാബു ജേക്കബുമായിട്ട് സംസാരിച്ച സമയത്ത് ഈ വിഷയം ചോദിച്ചിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? കാലാകാലങ്ങളായി ചർച്ചകൾ നടക്കുന്നു. അദ്ദേഹം അതിനെ നിരാകരിക്കുകയാണ് എൻ്റെ അടുത്ത് ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ പിണറായി ആയിരിക്കുമല്ലോ ആദ്യം അറിയേണ്ടത്, ഇന്റലിജൻസ് വിഭാഗം ആയിരിക്കുമല്ലോ ആദ്യം അറിയേണ്ടതെന്നൊക്കെയാണ് അദ്ദേഹം മുന്നിൽ വാദം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കാലമായിട്ടുള്ള ഒരു ശ്രമമായിട്ടല്ലേ ഞങ്ങൾ ചർച്ചയൊന്നും അങ്ങനെ നടത്തിയിട്ടില്ല. BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതിലൊക്കെ ചർച്ച നടത്തിയിട്ടൊന്നുമില്ല. പക്ഷേ 2020 എന്നുള്ള പാർട്ടി BJP മുന്നണിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുവായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവർക്ക് ഒരു പക്ഷേ RSP മിനിമം നടത്തിയിട്ടുണ്ടാകാം. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഈ പ്രാവശ്യമാണ് ഞങ്ങൾ ആരംഭിച്ചത്. പക്ഷേ 2020 BJP ഈ മുന്നണിയിലേക്ക് വരണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം മുതലേ അദ്ദേഹം സ്വീകരിച്ച നിലപാടിനെ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തള്ളിപ്പറഞ്ഞിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടില്ല. കാരണം അതൊരു പുതിയ നിലപാടാണ്. പുതിയ നിലപാട് വരുമ്പോൾ അതിനെ കണ്ണടച്ച് നിൽക്കുന്ന ഒരു സമീപനമല്ല BJP സ്വീകരിച്ചത്. അപ്പം അതുകൊണ്ട് കാത്തിരുന്ന് കാണാം എത്രത്തോളം ആ രാഷ്ട്രീയം മുമ്പോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ വിജിലൻ്റ് ആയിരുന്നു. ഇപ്പോഴാണ് ഒരു ഘട്ടത്തിൽ ആം ആദ്മിയൊപ്പം പോയിരുന്ന ഒരു പാർട്ടിയും കൂടിയാണ് അവർ. അതൊക്കെ എങ്ങനെ കൺസിഡർ ചെയ്തു നിങ്ങൾ എടുക്കുമ്പോൾ? അല്ല, ആം ആദ്മി പാർട്ടി തന്നെ ഒരു ഘട്ടത്തിൽ BJP അനുകൂലിച്ച പാർട്ടിയായിരുന്നു ദേശീയ തലത്തിൽ. ആം ആദ്മി പാർട്ടി പിന്നീട് ഡൽഹിയിൽ അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് BJP അവിടെ മുഖ്യ എതിരാളിയപ്പോഴല്ലേ അവിടെ പ്രശ്നമുണ്ട്. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിൻ്റെ നിലപാടെന്തായിരുന്നു? ഞങ്ങളെല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ കോൺഗ്രസിനായിട്ട് സമരം ചെയ്തല്ലേ. ആം ആദ്മി പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. പിന്നീട് ഡൽഹിയിൽ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശീലങ്ങളും കാര്യങ്ങളും മാറി എന്നുള്ളതാണ്. പിന്നെ കേരളത്തിൽ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഒരു റിലവൻ്റില്ലാത്ത പാർട്ടിയാണ്. ആ പാർട്ടിയിൽ അന്ന് പ്രവർത്തിച്ച പല ആളുകളും ഇന്ന് മറ്റു പല പാർട്ടികളും ഇന്നില്ല. നേരത്തെ മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനം 2020 ആം ആദ്മിയും കൂടെ ഒരുമിച്ച് പോകാനുള്ള തീരുമാനം ആളുകളൊക്കെ ഇതിപ്പോ പല പാർട്ടിയിലുമാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി നാളെ BJP മുന്നണിയിലേക്ക് വന്ന ഞങ്ങൾ ആ ഒരു അവസ്ഥ 2020 ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ തരത്തിൽ ആം ആദ്മി പാർട്ടിയും അതുപോലെ പൊട്ടിമുളച്ചൊരു വേറൊരു ബദൽ സംവിധാനം വേണമെന്നുള്ള ആശയത്തിൽ നിന്നുണ്ടായതാണല്ലോ. അല്ല, പക്ഷേ ഈ 2020 എന്നുള്ള പാർട്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലുണ്ട്. അവർ പ്രൂവ് ചെയ്യുന്നുണ്ട്. അവർ ഭരിച്ചിട്ടുള്ള ഇന്നിപ്രാവശ്യം അവർക്ക് ചില പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടപ്പോൾ മറ്റു ചില പഞ്ചായത്തുകൾ കിട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 or 7 മണ്ഡലങ്ങൾ നിർണായകമായ ശക്തിയായിരുന്നു. ചാലക്കുടി പാർലമെന്റിൽ നിർണായകമായ ശക്തിയായിരുന്നു. അപ്പം അവരുടെ ഒരു ബേസ് നഷ്ടപ്പെടാതെ അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ അർത്ഥം അവർ ഗ്രാസ് റൂട്ടിൽ അവർക്ക് ഇപ്പോഴും സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എറണാകുളം ജില്ലയിലെ 6 or 7 മണ്ഡലങ്ങളിൽ ഇപ്പോഴും ഏറ്റവും പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് 2020 പാർട്ടി. അതും BJPയും ചേർന്നാൽ ഈ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമുക്ക് ആം ആദ്മി പാർട്ടിയെ ഞാൻ പറയുന്നത്, ആം ആദ്മി പാർട്ടിയൊക്കെ ചില വ്യക്തികളെ ആശ്രയിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ 2020 അങ്ങനെയല്ല. അതിൻ്റെ നേതാവ് സാബു ജേക്കബ് ആണെങ്കിലും അതിന് ഗ്രാസ് റൂട്ടിൽ വർക്കുണ്ട്, ആളുകളുണ്ട്, സംവിധാനമുണ്ട്. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പോട് തകർന്നു പോകും. ഒരു തെരഞ്ഞെടുപ്പും 2 തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പാർട്ടിക്ക് ഗ്രാസ് റൂട്ട് വർക്കും ഗ്രാസ് റൂട്ട് പ്രവർത്തകന്മാരുണ്ടെന്നാണ്. അത് 2020 പാർട്ടി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതങ്ങനെ പെട്ടെന്ന് ഇല്ലാതാകുന്ന ഒരു സംവിധാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാളി എന്ന് തോന്നുന്നുണ്ടോ? വിചാരിച്ചത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരു തിരിച്ചുപോക്കിനുള്ള പ്രവണത കാണിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു വിലയിരുത്തൽ കോർ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ധാരണ, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് പാളിയതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഒന്ന്, ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായിട്ട് കണക്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. കാരണം ഞങ്ങൾ അത്തരമൊരു ശ്രമം നടത്തിയത് കേരളത്തിലെ പ്രബലമായിട്ടുള്ള 2 സമൂഹം, ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും. ആ സമൂഹത്തിനകത്ത് BJPയെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള തെറ്റിദ്ധാരണയുണ്ട്. ഈ 2 സമൂഹങ്ങളെയും ചേർത്ത് പിടിച്ചാൽ മാത്രമേ കേരളത്തിൽ BJPക്ക് അധികാരത്തിൽ വരാൻ സാധിക്കൂ എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. BJP അധികാരത്തിൽ വരുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിൻ്റെ മാത്രം പിന്തുണയോടുകൂടി അധികാരത്തിൽ വരാൻ സാധിക്കില്ല. എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണ വേണം. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ 2 വിഭാഗവുമാണ്. പക്ഷേ കുറച്ചുകൂടി ഞങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമൂഹം ക്രിസ്ത്യൻ സമൂഹമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യൻ സമൂഹവുമായിട്ട് ഡയലോഗ് ആരംഭിച്ചു. അത് ഏതെങ്കിലും നേതൃത്വവുമായിട്ടുള്ള ഡയലോഗ് നടത്തിയത് ഞങ്ങൾ ഓരോ വീടുകളും പോയി സാധാരണ ആ സമൂഹത്തിൽപ്പെട്ട ആളുകളോട് സംസാരിച്ച് ഞങ്ങളെക്കുറിച്ച് അവർക്ക് കുറേ തെറ്റിദ്ധാരണകൾ കുറച്ചൊക്കെ മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചു. BJP പ്രവർത്തകന്മാരും ആ വീടുകളും തമ്മിലുള്ള ഒരു
ഏറ്റവും സൗഹൃദപരമായൊരു ബന്ധം സ്ഥാപിക്കാനാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഞങ്ങൾ സഭാ നേതൃത്വവുമായിട്ടും മറ്റുള്ള സംസാരിച്ചത്. സഭാ നേതൃത്വവുമായി മാത്രമല്ല ഞങ്ങൾ സംസാരിച്ചത്, ഞങ്ങൾ സാധാരണ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വീടുകളിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിനൊരു ഗുണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടി, 2024 കിട്ടി. 2024 ഒന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് ക്രിസ്ത്യൻ സമൂഹത്തോട് നല്ല ബന്ധം സ്ഥാപിക്കാൻ BJP ആഗ്രഹിച്ചു, ക്രിസ്ത്യൻ സമൂഹം ആഗ്രഹിച്ചു. രാജ്യത്ത് അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് 2024 തിരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. 2025 വരുമ്പോൾ ഞങ്ങൾ ഈ ശ്രമം തുടർന്നു. ആ ശ്രമം വിജയകരമായിട്ടുണ്ട്. പക്ഷേ 2024 നരേന്ദ്രമോദി ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിൽ വരുന്നു എന്നുള്ളൊരു പ്രതീതിയല്ല ഈ പ്രാവശ്യം. ഈ പ്രാവശ്യം ലോക്കൽ ബോഡി ഇലക്ഷനാണ്. ഓരോ പ്രദേശത്തെയും സ്ഥാനാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പം ഞങ്ങൾക്ക് 2024 അപേക്ഷിച്ച് ചെറിയൊരു പിന്നോക്കം പോയിട്ടുണ്ട്. 1.3% മാത്രമാണ് BJP ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അത് പിന്നെ വലിയ നമ്പറാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ വലിയ തോതിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തി. കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ എല്ലാ ജില്ലകളിലും വ്യാപകമായ തോതിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. അതിൽ പലരും ജയിച്ചു വന്നിട്ടുമുണ്ട്. അപ്പം മൊത്തം ജയിച്ചതിൻ്റെ നമ്പർ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ എത്രയോ കൂടുതലാണ്. സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ തന്നെ കൂടുതലാണ്. അപ്പോൾ ഒന്ന് BJP അതിലൂടെ ശ്രമിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഹിന്ദുവാവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിം ആവട്ടെ, വിന്നബിലിറ്റി നോക്കി സ്ഥാനാർത്ഥികളെ നിർത്താനും വേണ്ടി ശ്രമം. ആ വിന്നബിലിറ്റി നോക്കുന്ന സമയത്ത് എല്ലാ വിഭാഗവും ഉണ്ടാകും. ഇപ്പോൾ ക്രിസ്ത്യൻ മാത്രമല്ല, ഞാൻ പറയാം, തൃശ്ശൂർ കോർപ്പറേഷനിൽ ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ 100% ഉറപ്പുള്ളൊരു വാർഡിൽ ഞങ്ങൾ ഒരു സിറ്റിംഗ് വാർഡ്, ആ സിറ്റിംഗ് വാർഡ് ഞങ്ങൾ മുസ്ലിം സ്ത്രീയാണ് നിർത്തിയത്. അവർ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. അവിടെ ആ വാർഡിൽ ആകെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്ന 1%, 2% ഉള്ളൂ. ജനസംഖ്യ നോക്കിയിട്ടാണ് ഞങ്ങൾ നിർത്തേണ്ടത്. ഒരിക്കലും ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് നിർത്താൻ കഴിയില്ല. കാരണം ഭൂരിപക്ഷ സമൂഹത്തിന് വലിയ പിന്തുണയുള്ള മണ്ഡലം. പക്ഷെ അവിടെ ഞങ്ങൾ നിർത്തി, ഞങ്ങളവിടെ വലിയ ഭൂരിപക്ഷം ജയിപ്പിച്ചു. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം ക്രിസ്ത്യൻ, മുസ്ലിം, പട്ടികജാതി വിഭാഗക്കാർ, ഹിന്ദു സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ, പട്ടികവർഗ വിഭാഗങ്ങൾ എല്ലാവരെയും നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ കൊണ്ടുവരണം. അവരെല്ലാം പരമാവധി ഏതെങ്കിലും ഒരു തോൽക്കുന്ന സീറ്റിലേക്ക് അവർ നിർത്താനല്ല ഞങ്ങൾ പരിശ്രമിച്ചത്. ജയിക്കുന്ന സീറ്റുകൾ തന്നെ അവരെ മത്സരിപ്പിക്കാനും വിജയിപ്പിക്കാനുമാണ് ഞങ്ങൾ പരിശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളതിൻ്റെ കുറച്ചും കൂടി ഗുണം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു മുഖം മാറി ഒരു മതേതര പാർട്ടി എന്നതിലേക്ക് ചിന്തിക്കുമ്പോൾ സമീപകാലങ്ങളിൽ BJP ആ തരത്തിലാണല്ലോ ഒരു ചിന്ത. ഇപ്പോൾ പറയുന്ന അടിസ്ഥാനത്തിലാണെങ്കിലും അങ്ങനെയാണല്ലോ ചിന്ത. ഒരു മതേതര പാർട്ടിയാണ് BJP എന്ന് പറയുന്ന എല്ലാവരും ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പരമ്പരാഗത RSS BJP നേതാക്കന്മാർക്ക് അതിലൊരു ഈ മുന്നോട്ട് പോക്ക് അസ്വാരസ്യമുണ്ടാക്കുന്നില്ലേ? അടിസ്ഥാനപരമായൊരു തെറ്റുണ്ട്. BJP ഇപ്പം മതേതര പാർട്ടി ആയതല്ല. BJP ആദ്യം മുതലേ മതേതര പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടി ഭരണഘടനയിൽ തന്നെ പറയുന്നത് സർവ്വമത സമഭാവന എന്നാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മതത്തിൻ്റെ കാര്യം മാത്രം പറയുകയില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുക. ഞങ്ങൾ ഏതെങ്കിലും മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയത്തോട് BJPക്ക് യോജിപ്പില്ല. എല്ലാ മതവിഭാഗങ്ങളെയും ഒരേപോലെ കാണണം, അവരുടെ ആവശ്യങ്ങൾ കേൾക്കണം, അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് സർവ്വമത സമഭാവന, പോസിറ്റീവ് സെക്യുലറിസം എന്നാണ് ഞങ്ങളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. ഭാവാത്മക മതേതരത്വം. ആ ഭാവാത്മക മതേതരത്വം പാർട്ടി ഭരണഘടനയിലും മെമ്പർഷിപ്പിലും അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP. അതുകൊണ്ട് BJP ഇപ്പം മതേതരമായി പോയി എന്ന് പറയുന്ന അർത്ഥമില്ല. ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത് മതേതര നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും. പക്ഷേ കേരളത്തിലെ 2 പാർട്ടികളും സ്വീകരിക്കുന്നത് അവർക്ക് ഈ സംഘടിത മതവിഭാഗങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി അവർക്കൊരാളെ പ്രതിസ്ഥാനത്ത് നിർത്തണം. ആ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് BJPയാണ്. BJP ഒരു വലിയ അപകടകാരിയാണ് എന്നൊരു ഭീതി ആളുകളുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കുക, ആ ഭീതിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് സമാഹരിക്കുക, ഇതാണ് ഇവർ സ്വീകരിച്ച സമീപനം. അപ്പം BJPയെക്കുറിച്ചൊരു ഭീതി ഉണ്ടാക്കാൻ, ആ ഭീതി ഉണ്ടാക്കാൻ ശ്രമം നടന്നു. BJP ഒരു പാർട്ടിയാണ്, മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. 12 കൊല്ലക്കാലത്തെ അനുഭവം വന്നതോടുകൂടി എല്ലാവർക്കും ബോധ്യമായി ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ലാതെ മനസ്സിലായി. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏത് ജനവിഭാഗത്തിനും ഞങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഞങ്ങൾ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കും. അത് ഹിന്ദു വിഭാഗമായാലും ക്രിസ്ത്യൻ വിഭാഗമായാലും മുസ്ലിം സമൂഹമായാലും. പിന്നെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ഭാഗം RSSൻ്റെ അല്ലെങ്കിൽ മറ്റു സംഘടനകളുടെ ആ നിലപാടും ഇതാണ്. ഈ രാജ്യത്ത് ക്രിസ്ത്യൻ സംഘടനകളുമായിട്ട് ആദ്യം ഡയലോഗ് ആരംഭിച്ചത് RSS നേതൃത്വമാണ്. ഒരു 15 വർഷം മുമ്പ് കേരളത്തിലാണ് ഇത് ആരംഭം കുറിച്ചിട്ടുള്ളത്.
സഭാ നേതൃത്വത്തെ സന്ദർശിക്കാനും ക്രിസ്ത്യൻ പുരോഹിതന്മാരുമായിട്ട് ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ളത് RSS തന്നെയാണ്. RSS ഒരിക്കലും ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ, ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് മറ്റൊരു മതവിഭാഗത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണെന്ന് RSS ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മുഷ്ടി ചുരുട്ടുന്നത് ആരെയും ആക്രമിക്കാനല്ല, നമ്മുടെ ഉള്ളം കയ്യിലുള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. അതുകൊണ്ട് ഹിന്ദു സമൂഹം സംഘടിക്കണമെന്ന് RSS പറയുമ്പോൾ അത് മറ്റേതെങ്കിലും വിഭാഗത്തിനായിട്ടില്ല. അങ്ങനെ പ്രചരണം ഉണ്ടായിരുന്നു. ആ പ്രചരണം അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ക്രിസ്ത്യൻ സംഘടനകളുമായിട്ടുള്ള ഡയലോഗിന് RSS നേതൃത്വം തയ്യാറായി. അതിനുശേഷം ഇപ്പം മുസ്ലിം സംഘടനകളുമായിട്ട്, നിരവധി മുസ്ലിം സംഘടനകളുമായിട്ട് RSSൻ്റെ നേതൃത്വം ഡയലോഗ് നടത്തുന്നു. അപ്പോൾ പരസ്പര സംവാദവും സഹകരണവും സമന്വയവും ഒക്കെ ഉണ്ടാവണം. എന്തെങ്കിലും തെറ്റിദ്ധാരണങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്ന നിലപാടുള്ള സംഘടനയാണ് RSS. അതുകൊണ്ട് ഞങ്ങൾ ഈ സ്വീകരിക്കുന്ന നിലപാട്, ആ നിലപാട് ഏതെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള ആശയത്തിൽ നിന്നുള്ള വ്യതിചലിച്ചു പോക്കല്ല. ഞങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോൾ താങ്കൾ തന്നെ പറയുന്നത് CPM എങ്ങനെയാണ് ഹിന്ദു പാർട്ടിയാവുക? CPM ഹിന്ദു പാർട്ടി ആകുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. CPMനകത്തുള്ള അംഗസംഖ്യ ഹിന്ദുക്കളാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ പ്രവർത്തിക്കുന്നത് CPMലാണ്. അതൊരു വസ്തുതയല്ലേ? കേരളത്തിലെ CPMൻ്റെ മെമ്പർഷിപ്പ് നോക്കുക, നിങ്ങൾ CPM പ്രവർത്തനം നോക്കുക. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ പ്രവർത്തിക്കുന്ന പാർട്ടി CPMമാണ്. പക്ഷേ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു ദ്രോഹം ചെയ്തിട്ടുള്ള പാർട്ടി നിർഭാഗ്യവശാൽ CPM ആയി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവരെ അടിസ്ഥാനപരമായി അവരെ പിന്തുണക്കുന്ന ജനവിഭാഗത്തോട് ഒരു നീതിയും കാണിക്കാൻ ഈ കാലം വരെ CPM തയ്യാറായിട്ടില്ല. അവർക്ക് ഇത് അവരുടെ എന്താ പറയുക, ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. അവർ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് വയ്ക്കുകയും മറ്റ് വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി അവരെ പ്രകടിപ്പിക്കും. അതാണ് ചെയ്യുന്നത്. സ്വന്തം പാർട്ടിയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തെ പീഡിപ്പിക്കുകയും അപ്പുറത്തുള്ള 10 വോട്ട് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരെ പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസ രാഷ്ട്രീയം സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPM.